എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൃഷ്ണം വന്ദേ സത്സംഗ സമിതിയുടെ ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം സാർ. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 20-ാം അധ്യായത്തിലെ 40 ശ്ലോകം വരെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്ന് 41-ാമത്തെ ശ്ലോകം നമുക്ക് കേൾക്കാം. ഹരി ഓം സാർ. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രവ്രദൃന്ദമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിദഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാതരവോ വിനേതു തം സർവഭൂതഹൃദയം. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായിട്ടുള്ള സൂചിപ്പിച്ചപോലെ തൃതീയ സ്കന്ധം 20-ാം അധ്യായം 41-ാമത്തെ ശ്ലോകം ആരംഭിക്കും. ശ്ലോകം 41. ജഗൃഹുസ്തദ്വിസൃഷ്ടാന്താം ജൃംഭണാഖ്യാം തനും പ്രഭോ നിദ്രാമിന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. സൃഷ്ടിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഓരോരോ ഭാവം സ്വീകരിച്ച് ഓരോവിധ സൃഷ്ടികൾ നടത്തി ആ ഭാവത്തെ ഉപേക്ഷിക്കുന്നു, അടുത്തൊരു ഭാവത്തെ സ്വീകരിക്കുന്നു. അനേകം ഭാവശരീരങ്ങൾ മാറി മാറി മാറിയാണ് സൃഷ്ടിക്രമം പുരോഗമിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ആലസ്യം എന്ന ഭാവം കൊണ്ട് ഭൂതങ്ങളെയും പിശാചുക്കളെയും സൃഷ്ടിച്ചു എന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ഇനി ഇന്നത്തെ ശ്ലോകത്തിൽ ജഗൃഹു തദ്വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോ. ജഗൃഹു സ്വീകരിച്ചു, ജഗൃഹു സ്വീകരിച്ചു. തദ്വിസൃഷ്ടാം ആ ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട, തദ്വിസൃഷ്ടാം ആ ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട താം ജൃംഭണാഖ്യാം തനും ആ ജൃംഭണ എന്ന പേരുള്ള ശരീരത്തെ, ജൃംഭണ കോട്ടുവായുടെ പേരാണ്. ആലസ്യം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് കോട്ടുവായിടുക. ആ കോട്ടുവായിക്കാണ് ജൃംഭണ എന്ന പേര്. ജൃംഭണാഖ്യാം അഖ്യന്തനും ജൃംഭണ എന്ന പേരുള്ള ശരീരത്തെ പ്രഭുവിന്റെ, ബ്രഹ്മാവ് ഉപേക്ഷിച്ച ജൃംഭണ എന്ന പേരുള്ള ശരീരത്തെ ഭൂതങ്ങളും പിശാചുക്കളും സ്വീകരിച്ചു. ജഗൃഹു സ്വീകരിച്ചു. നിദ്രാം ഇന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. യയാ യാതൊന്നുകൊണ്ടാണോ ഭൂതേഷു ഭൂതങ്ങളിൽ ജീവജാലങ്ങളിൽ നിദ്രാം ഇന്ദ്രിയ വിക്ലേദോ ദൃശ്യതേ. ഇന്ദ്രിയങ്ങളുടെ വിക്ലേദം, ക്ഷീണവും ഉറക്കവും യാതൊന്നുകൊണ്ടാണോ കാണപ്പെടുന്നത്? ആലസ്യം അല്ലെങ്കിൽ കോട്ടുവ. ഇത് ഉറക്കത്തിന്റെ ഒരു സൂചനയാണ്, ക്ഷീണത്തിന്റെ സൂചനയുമാണ് ഇത് രണ്ടും. ഇപ്പം ആലസ്യരൂപമായ ഭാവത്തെ ഉപേക്ഷിച്ചപ്പോൾ ബ്രഹ്മദേവന്റെ ആ ഉപേക്ഷിച്ച ശരീരത്തെ ഭൂതപിശാചുക്കൾ സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. അത് അവരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നിദ്രയായി പരിണമിച്ചു. അതിൻ്റെ ബാധ ജനങ്ങളിൽ ഇന്ദ്രിയത്തിന്റെ തളർച്ച, ക്ഷീണമായി കാണപ്പെട്ടു. തന്ദ്ര, ജൃംഭണ, നിദ്ര, ഉന്മാദം 4 വിധത്തിലാണ് ബ്രഹ്മാവ് ഉപേക്ഷിക്കപ്പെട്ട ഈ ശരീരം മനുഷ്യനിൽ അനുഭവിക്കാൻ കാരണമായത്. ജീവജാലങ്ങളിൽ, ഭൂതങ്ങളിലൊക്കെ
ഒന്ന് തന്ദ്ര ക്ഷീണമായിട്ട്, പിന്നെ ജൃംഭണ കോട്ടുവായായിട്ട്, പിന്നൊന്ന് നിദ്രയായിട്ട്, പിന്നൊന്ന് ഉന്മാദമായിട്ട്. ഈ 4 തരത്തിലാണ് ഭൂതങ്ങളിൽ ഈ അവസ്ഥകൾ വന്നു ചേരുന്നത്. ഇത് ബ്രഹ്മാവ് ഉപേക്ഷിച്ച ശരീരത്തെ ഭൂതങ്ങളും പിശാചുക്കളും സ്വീകരിച്ചു. അവരിൽ നിന്നുമാണ് ഈ 4 ഭാവങ്ങൾ ഭൂതങ്ങളിലേക്ക്, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ഇതിലേക്ക് പടർന്നു പിടിക്കാൻ കാരണമായത്. ജഗൃഹുസ്തദ്വിസൃഷ്ടാന്താം ജൃംഭണാഖ്യം തനും പ്രഭോ നിദ്രാമിന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. തദ്വിസൃഷ്ടാം പ്രഭോ ജൃംഭണാഖ്യാം താം തനും ജഗൃഹു നിദ്രാം യയാ ഭൂതേഷു വിക്ലേദഃ ദൃശ്യതേ. ജഗൃഹുസ്തദ്വിസൃഷ്ടാന്താം ജൃംഭണാഖ്യം തനും പ്രഭോ നിദ്രാമിന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. ജഗൃഹുസ്തദ്വിസൃഷ്ടാന്താം ജൃംഭണാഖ്യം തനും പ്രഭോ നിദ്രാമിന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. ഏനോച്ഛിഷ്ടാൻ ഹർഷയന്തി തമുന്മാദം പ്രചക്ഷതേ. ഏന യാതൊന്നുകൊണ്ടാണോ ഉച്ഛിഷ്ടന്മാരെ ധർഷയതി ആക്രമിക്കുന്നത്, തം അതിനെ ഉന്മാദം പ്രചക്ഷതേ, അതിനെ ഉന്മാദമെന്ന് പറയുന്നു. ഈ പറയപ്പെട്ട 4 അവസ്ഥകളിൽ അവസാനത്തെയാണ് ഉന്മാദം. 4 പറഞ്ഞു: തന്ദ്ര, ജൃംഭണ, നിദ്ര, ഉന്മാദം. ഒന്നിനേക്കാൾ കൂടുതലായിട്ട് വരും. ആദ്യം വരുന്ന ക്ഷീണമാണ്. ക്ഷീണം കൂടുമ്പോൾ കോട്ടുവായ വരും. കോട്ടുവായിട്ട് കഴിഞ്ഞാൽ ഉറക്കം വരുന്നു സാരം. ഉറക്കത്തിന്റെ അടുത്തൊരവസ്ഥയാണ് ഉന്മാദം എന്നുള്ളൊരവസ്ഥ. ഈ 4 എണ്ണമാണ് ഒന്നിൻ്റെ കൂടെ പുറകെ കൂടി അത് മനുഷ്യനിലേക്ക് എത്തുന്നത്. ഇത് 4ഉം ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും ആവേശം കൊണ്ടുണ്ടാകുന്നതാണ്. അവർ സൂക്ഷ്മ അണുക്കളായി പ്രപഞ്ചത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാകും. ആ അണുക്കളുടെ ആവേശം നമ്മിലുണ്ടായാൽ ഇതൊക്കെ നമ്മൾ ഈ അനുഭവങ്ങളായിട്ടുണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ ഈ ദോഷത്തിന്റെ ആവേശം കൊണ്ടാണ് എല്ലാ പ്രാണികളും ഛർദ്ദിക്കുകയും മലമൂത്രങ്ങൾ വിസർജിക്കുകയും ചെയ്യുന്നത്. ഈ ദോഷാധിക്യം കൊണ്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രാണികളെ ഏത് ഭൂതങ്ങളാണോ ബാധിക്കുന്നത് ആ ദോഷത്തെയാണ് ഉന്മാദം എന്ന് പറയുന്നത്. ഛർദ്ദിക്കുമ്പോഴോ വിസർജിക്കുമ്പോഴോ ഏതൊരു ഭൂതപ്രേതങ്ങളുടെ ദോഷമാണോ ജീവികളെ ബാധിക്കുന്നത് അതിനെ ഉന്മാദം എന്ന് പറയും. ആയുർവേദത്തിൽ ധാതുക്കളുടെ കോപം കൊണ്ടുണ്ടാകുന്ന ഒരുവിധം രോഗമാണ് ഉന്മാദം. അത് രോഗമാണ്. ധാതുക്കൾ കോപിക്കുമ്പോൾ ആ രോഗദേവതകൾ ഭൂതങ്ങൾ, പിശാചുക്കൾ എന്ന് ഫലം. അപ്പൊ ഈ രോഗമുണ്ടാക്കുന്നത്, ഉന്മാദം എന്ന രോഗമുണ്ടാക്കുന്ന ഭൂതങ്ങളിലെയും പിശാചുക്കളിലെയും ആവേശം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇടക്കാലത്ത് ഉന്മാദ രോഗത്തിന് മന്ത്രവാദം പോലെയുള്ള ഒത്തിരി ചികിത്സാ സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ചതും ഈ ഉന്മാദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അത് ഭൂതങ്ങളിൽ നിന്നും പ്രേതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പിശാചുക്കളിൽ നിന്നും ജീവികളിലേക്ക് കടന്നെത്തിയ 4 അവസ്ഥകൾ അവസാനത്തേതാണ് ഉന്മാദം. ആ 4ാമത്തെ അവസ്ഥ രോഗമായിട്ട് പരിണമിക്കാം. ബാക്കി 3 കുഴപ്പമില്ല. തന്ത്രയ്ക്ക് കുഴപ്പമില്ല, ഉറക്കത്തിന് കുഴപ്പമില്ല, കോട്ടുവായ്ക്കും കുഴപ്പമില്ല. പക്ഷെ അതൊരു ഉന്മാദമായാൽ, ഭ്രാന്തിൻ്റെ തുടക്കമായാൽ പിന്നെ ചികിത്സ വേണം. അത് ധാതുക്കളുടെ കോപം കൊണ്ടുണ്ടാകുന്നതാണ് ഇത്. അപ്പൊ ഇതിൻ്റെ കാരണക്കാര് ആരാണ്? പിശാചുക്കളും ഭൂതങ്ങളുമാണ്. അപ്പൊ ആവേശം കൊണ്ടോ പിശാചുക്കളുടെ ആവേശം കൊണ്ടോ അവരൊക്കെ സൂക്ഷ്മരൂപങ്ങളായ അണുക്കളായി ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അതിനെ മാറ്റിക്കളയാൻ വേണ്ടി നമ്മൾ ഭാരതീയ സംസ്കാരത്തിൽ കുറേ മന്ത്രപ്രയോഗം, യന്ത്രപ്രയോഗം, തന്ത്രപ്രയോഗം, 3 തരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ട് അതിൻ്റെ ഉപശാന്തി തൽക്കാലത്തേക്ക് വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചന ഭാഗവതം നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കൂടി തരുന്നുണ്ട്.
ഏനോച്ഛിഷ്ടം ദർശയന്തി തമുന്മാദം പ്രചക്ഷതേ. ഏന ഉച്ഛിഷ്ടം ദർശയന്തി തം ഉന്മാദം പ്രചക്ഷതേ. ഊർജഫുന്ദം മന്യമാന ആത്മാനം ഭഗവാനജാൻ ഫാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണാഫൃജത് പ്രഭു. ഊർജഫുന്ദം മന്യമാനഃ ആത്മാനം, ഊർജസ്വാനാണ് എന്ന് വിചാരിക്കുന്ന, ബലവാനാണ് എന്ന് വിചാരിക്കുന്ന, ഊർജസ്വന്തം മന്യമാനഃ വിചാരിക്കുന്ന, ആത്മാനം തന്നെ തന്നെ, ഭഗവാൻ അജഹ അജനായ ഭഗവാൻ ബ്രഹ്മാവ്, ഫാധ്യാൻ ഗണാൻ പിതൃഗണാൻ ഫാധ്യന്മാരെയും അവരുടെ ഗണങ്ങളെയും പിതൃഗണങ്ങളെയും പരോക്ഷേണ അഫൃജത് പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി അദൃഷ്ടമായ ഭാവരൂപത്തോടുകൂടി അഫൃജത് സൃഷ്ടിച്ചു. ഊർജസ്വാനാണ് ബ്രഹ്മാവ്, എല്ലാത്തിനും സമർത്ഥമായ ശക്തിയുള്ളവനാണ് എന്ന് വിചാരിക്കുന്ന ആ ബ്രഹ്മാവ് അദൃശ്യമായ രൂപത്തോടുകൂടി ഫാധ്യന്മാരെയും പിതൃഗണങ്ങളെയും സൃഷ്ടിച്ചു. ഊർജസ്വന്തം ആത്മാനം മന്യമാനഃ ഭഗവാൻ അജഹ. അങ്ങനെയുള്ള ഭഗവാനായ ബ്രഹ്മാവ് ഫാധ്യന്മാരെയും അവരുടെ ഗണങ്ങളെയും പിതൃഗണങ്ങളെയും പ്രത്യക്ഷമായിട്ട് കാണാനില്ല, രൂപമില്ല, ആകൃതിയില്ല. അതുകൊണ്ടാണ് സൂക്ഷ്മരൂപമാണ്, അണുപ്രായമാണ്, അണുക്കളുടെ രൂപമാണ്. അങ്ങനെയുള്ള രൂപത്തോടുകൂടി ഭഗവാൻ അവകളെ സൃഷ്ടിച്ചു. ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനജ ഫാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ അഫൃജത് പ്രഭു. ഭഗവാൻ പ്രഭു അജഹ ആത്മാനം ഊർജസ്വന്തം പരോക്ഷേണ ഫാധ്യാൻ ഗണാൻ പിതൃഗണാൻ അഫൃജത്. ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനജാം ഫാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ അഫൃജത് പ്രഭു. ഊർജസ്വന്തം മന്യമാനം ആത്മാനം ഭഗവാനജാം ഫാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ അഫൃജത് പ്രഭു. ത ആത്മസർഗം തം കായം പിതര പ്രതിവേദിരേ ഫാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ. ത ആത്മസർഗം തം കായം തങ്ങളെ സൃഷ്ടിച്ച ആ ശരീരത്തെ, തേ പിതരഹ ആ പിതൃക്കൾ പ്രപേതിരെ പ്രാപിച്ചു. പിതൃഗണങ്ങളുടെ ഉത്ഭവത്തിന് കാരണം പറയുകയാണ്. ആത്മസർഗം തം കായം തങ്ങളെ സൃഷ്ടിച്ച ആ ശരീരത്തെ പിതൃക്കൾ പ്രതിപേതിരെ പ്രാപിച്ചു. ഫാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച ഫാധ്യന്മാർക്കും പിതൃക്കൾക്കും കവയഃ കവികൾ, കർമ്മകുശലന്മാരായ കവികൾ, അവർ ഫാധ്യന്മാർക്കും പിതൃക്കൾക്കുമായി വിതന്വതേ ചെയ്യപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? കർമ്മത്തെ ചെയ്യുന്നു. ഫാധ്യന്മാർക്കും പിതൃക്കൾക്കും വേണ്ടിയുള്ള കർമ്മങ്ങളാണ് ശ്രാദ്ധം എന്ന് പറയുക. അപ്പൊ പിതൃഗണങ്ങൾ അവരുടെ ഉത്ഭവത്തിന് കാരണമായ ഭാവരൂപമായ ബ്രഹ്മാവിന്റെ ദേഹത്തെ അവർ അംഗീകരിച്ചു. ആ സമ്പ്രദായത്തെ ആശ്രയിച്ചിട്ടാണ് ശ്രാദ്ധാദികളായ കർമ്മങ്ങൾ പിതൃദേവഗണങ്ങളെ ഉദ്ദേശിച്ച് കർമ്മകുശലന്മാരായ വിദ്വാൻമാർ ചെയ്യുന്ന കൊണ്ടാണ്. ഫാധ്യന്മാരും പിതൃക്കളും അദൃഷ്ടന്മാരാണ്, കാണാൻ പറ്റില്ല, ആകൃതിയില്ല, രൂപമില്ല, ഭാവപ്രധാനന്മാരാണ് അവരൊക്കെ. അതുകൊണ്ടാണ് അവർക്ക് ഹവ്യവും കവ്യവും ഭാവന കൊണ്ട് ശ്രദ്ധയോടെ സമർപ്പിക്കുന്നത്. അതിൽ പിതൃക്കൾക്കൊക്കെ കവ്യവും ഫാധ്യന്മാർക്ക്
ഹവ്യവുമാണ് കൊടുക്കുന്നത്. ഹവ്യം ഹോമിക്കപ്പെടേണ്ടത് കവ്യം ഈഷത് പാകം എന്ന്, കുറച്ചു വെന്ത ചോറിൻ്റെ പേരാണ് കവ്യം എന്ന്. കവ്യം പിതൃക്കൾക്കും ഹവ്യം ഫാധ്യന്മാർക്കുമായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ശ്രാദ്ധാദികളായ കർമ്മങ്ങളിൽ പ്രധാനം വേണ്ടത് ശ്രദ്ധയാണ്. ഇനിയും ഹവിഫില്ലെങ്കിലും അന്നമില്ലെങ്കിലും ശ്രദ്ധയോടെ സമർപ്പിച്ചാൽ അത് സ്വീകരിക്കാൻ കഴിയും. എന്തൊക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധയില്ലെങ്കിൽ അത് സ്വീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ഫാധ്യന്മാരും പിതൃക്കളും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദേവന്മാരായതുകൊണ്ട് അവർക്കായിട്ട് ഹവ്യങ്ങൾ ഭാവനാപൂർവം സമർപ്പിക്കണം, ശ്രദ്ധയോടെ സമർപ്പിക്കണമെങ്കിൽ മാത്രമേ അവരിൽ എത്തുകയുള്ളൂ. ഇത് പിതൃകർമ്മങ്ങൾക്കും ദേവപൂജകൾക്കും ഈ ശ്രാദ്ധ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ മലയാളത്തിൽ ശ്രാദ്ധം എന്നൊക്കെ പേരിട്ട് വിളിച്ചു വന്നതുകൊണ്ടാണ്, ശ്രദ്ധാപൂർവം ചെയ്യുന്ന കർമ്മം ആയതുകൊണ്ടാണ്. ആത്മസർഗം തം ഗായം പിതര പ്രതിവേദിരേം സാധ്യേഭ്യശ്ച കവയോ യദ്വിതന്വതേം തേ പിതരഃ ആത്മസർഗം തം കായം പ്രതിവേദിരെ. യത് കവയഃ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച വിതന്വതേ. ആത്മസർഗം തം കായം പിതര പ്രതിവേദിരേം സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ. ആത്മസർഗം തം കായം പിതര പ്രതിവേദിരേം സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ. സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ അദദാത് തം ആത്മാനമന്തർത്ഥാനാഖ്യമത്ഭുതം. അവൻ, ആ ബ്രഹ്മാവ്, വീണ്ടും സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും തിരോധാനേന മറവുകൊണ്ട് അസൃജത് സൃഷ്ടിച്ചു. അതിനുശേഷം ബ്രഹ്മാവ് രണ്ടു കൂട്ടരെ സൃഷ്ടിച്ചു എന്നാ പറയാം, സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും. അവരെ പ്രത്യക്ഷമായിട്ടല്ല സൃഷ്ടിച്ചത്, പരോക്ഷമായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന, മറവുകൊണ്ട് എന്നർത്ഥം, മറവോടുകൂടിയാണ് അവരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തേഭ്യഃ, അവരിൽ നിന്നും, അതാത് തം ആത്മാനം അന്തർത്ഥാനാഖ്യം അത്ഭുതം, അന്തർധാനമെന്ന് പേരുള്ള, മറവെന്ന പേരോടുകൂടിയ അത്ഭുതം തം ആത്മാനം, ആശ്ചര്യമായ ആ ശരീരത്തെ അദദാത് കൊടുത്തു. അതുകൊണ്ടാണ് ഈ തിരോധാനമെന്ന ഉപാദാനം കൊണ്ട് സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു. അന്യന്മാരുടെ കണ്ണുകൊണ്ട് കണ്ടറിയാൻ മേലാത്തതിൻ്റെ പേരാണ് തിരോധാനം, മറഞ്ഞിരിക്കുക, മറവുകൊണ്ട്. അതുകൊണ്ട് തിരോധാനം എന്ന പേരുള്ള അത്ഭുതമായ ആ രൂപത്തെ അവർക്കും സാധ്യന്മാർക്കും വിദ്യാധരന്മാർക്കും കൊടുത്തു. അതുകൊണ്ട് ഇവരെ ആർക്കും നേരിട്ട് കാണാൻ പറ്റില്ല, അരൂപികളാണ്. അങ്ങനെയുള്ള ഈ രണ്ട് സൃഷ്ടികളാണ് പിന്നീട് ബ്രഹ്മാവ് നടത്തിയത്. സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ അദദാത്തം ആത്മാനമന്തർത്ഥാനാഖ്യമത്ഭുതം. സിദ്ധാൻ വിദ്യാധരാൻ ച തിരോധാനേന അസൃജത് അന്തർത്ഥാനാഖ്യം അത്ഭുതം തം ആത്മാനം അദദാത്. സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ അദദാത് ആത്മാനം അന്തർത്ഥാനാഖ്യമത്ഭുതം.
സിദ്ധാൻ വിദ്യാധരാം ചൈവാം തിരോധാനേന ഫോസൃജത് തേഭ്യോ അദദാത്തം ആത്മാനം അന്തർത്ഥാനഖ്യമത്ഭുതം. ഫകിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മ്യേനാസൃജത് പ്രഭു മാനയന്നാത്മന ആത്മാനം ആത്മാഭാസം വിലോകയൻ. ഫഹ പിന്നീട് ബ്രഹ്മാവ് കിന്നരാൻ കിംപുരുഷാൻ കിന്നന്മാരെയും കിംപുരുഷന്മാരെയും പ്രത്യാത്മ്യേന അസൃജത് പ്രഭു പ്രത്യാത്മാവ് എന്ന് വെച്ചാൽ പ്രതിബിംബം എന്നർത്ഥം. പ്രത്യാത്മീയന പ്രതിബിംബമാകുന്ന ഉപാധി കൊണ്ട് അസൃജത് പ്രഭു സൃഷ്ടിച്ചു. സ്വന്തം ശരീരത്തിന്റെ പ്രതിബിംബം നോക്കിയിട്ടാണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. കണ്ണാടി നോക്കി കണ്ടു, കണ്ടിട്ട് അതേ രൂപത്തിലാണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. കിന്നരന്മാരെയും കിംപുരുഷന്മാരെയും സൃഷ്ടിച്ചത്. അപ്പൊ ബ്രഹ്മാവിന്റെ തന്നെ സ്വരൂപന്മാരാണ് ഈ രണ്ടു കൂട്ടർ. ബ്രഹ്മാവിന്റെ സ്വരൂപം ബ്രഹ്മാവ് എങ്ങനെ കണ്ടു? കണ്ണാടി നോക്കി കണ്ടുപിടിച്ചു. ഫകിന്നരാൻ കിംപുരുഷാൻ പ്രത്യാത്മ്യേനാസൃജത് പ്രഭു മാനയന്നാത്മന ആത്മാനം ആത്മാഭാസം വിലോകയൻ. ആത്മാഭാസം വിലോകയൻ പ്രഭു ആത്മാനം ആത്മനാ മാനയൻ പ്രത്യാത്മ്യേന പ്രഭു സഹ കിന്നരാൻ കിംപുരുഷാൻ അസൃജത്. ഫകിന്നരാൻ കിംപുരുഷാൻ പ്രത്യാത്മ്യേനാസൃജത് പ്രഭു മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ. ഫകിന്നരാൻ കിംപുരുഷാൻ പ്രത്യാത്മ്യേനാസൃജത് പ്രഭു മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ. തേതു തജ്ജഗൃഹോരൂപം ത്യക്തം യത് പരമേഷ്ഠിനാം മിഥുനീഭൂയഗായന്തസ്തമേവോഷഭികർമ്മഭീം. തേ തു അവരാകട്ടെ തജ്ജഗൃഹൂ അത് സ്വീകരിച്ചു. തത് ജഗൃഹൂ ദീർഘമാണ്. രൂപം തത് രൂപം ആ രൂപത്തെ സ്വീകരിച്ചു. ത്യക്തം യത് പരമേഷ്ഠിന ബ്രഹ്മാവിനാൽ ഉപേക്ഷിച്ചു പോയ ആ രൂപത്തെ അവർ സ്വീകരിച്ചു. എന്നിട്ടോ മിഥുനീഭൂയ അവരെ മിഥുനങ്ങളായി തീർന്നിട്ട് ദമ്പതിമാരായി തീർന്നിട്ട് ഗായന്ത തമേവ ഉഷഫി കർമ്മഭി ഉഷഫി കർമ്മഭി തമേവ ഗായന്ത ഉഷഫിൽ അനേക തരത്തിലുള്ള കർമ്മങ്ങൾ തുടങ്ങാനുള്ള ആരംഭത്തിൽ ഇവർ ഭാര്യാഭർത്താക്കന്മാരായിട്ട് പാട്ടുപാടുന്നവരായി തീർന്നു. അങ്ങനെയാണ് ഈ രണ്ടു കൂട്ടർ സംഗീത വിദ്വാൻമാരായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. വിദ്യാധരന്മാരും സിദ്ധന്മാരും കിന്നരന്മാരെ കിംപുരുഷന്മാരെ ഇവരൊക്കെ പാട്ടുകാരാണ്. അവരെ ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ പ്രതിബിംബ രൂപത്തെയാണ് കിന്നരന്മാർ സ്വീകരിച്ചത്. ഉഷക്കാലത്തിൽ അവര് ഈ പാട്ടുകൊണ്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ച് പാടുന്നത് സ്വഭാവമുള്ളവരായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരായിട്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവർ സ്തുതിക്കുന്നത്. തേതു തജ്ജഗൃഹോരൂപം ത്യക്തം യത് പരമേഷ്ഠിന മിഥുനീഭൂയഗായന്തസ്തമേവോഷഫി കർമ്മഭീം. പരമേഷ്ഠിന ത്യക്തം യത് തദ്രൂപം തേതു ജഗൃഹു ഉഷഫി കർമ്മഭിഃ മിഥുനീഭൂയ ഗായന്തഃ. തേതു തജ്ജഗൃഹോരൂപം ത്യക്തം യത് പരമേഷ്ഠിന മിഥുനീഭൂയ ഗായന്തസ്തമേവോഷഫി കർമ്മഭീം. തേതു തജ്ജഗൃഹോരൂപം ത്യക്തം യത് പരമേഷ്ഠിന മിഥുനീഭൂയ ഗായന്തസ്തമേവോഷഫി കർമ്മഭീം. ദേഹേന വൈ ഭോഗവതാം ശയാനോ ബഹുചിന്തയാ സ്വർഗേ അനുപചിതേ ക്രോധാത് ഉത്ഫർജ ഹതദ്വപൂം. ദേഹേന വൈ ഭോഗവതാ
ഭോഗവത ദേഹേന ഭോഗമുള്ള ശരീരം കൊണ്ട് ശയാനഹ ബഹുചിന്തയാ കിടന്നുകൊണ്ട് പലവിധത്തിലുള്ള ചിന്ത കൊണ്ട് വർഗേ അനുപചിതേ വർഗം പുരോഗമിക്കാത്തത് കണ്ടിട്ട് ക്രോധാത് ഉത്ഫർജഹ തദ്വഭു കോപം കൊണ്ട് ആ ശരീരത്തെ ഉപേക്ഷിച്ചു. വർഗേ അനുപചിതേ വർഗം അനുപചിതമായി വർദ്ധിച്ചു വരുന്നില്ല എന്ന് കണ്ട് സൃഷ്ടിക്ക് വളർച്ചയില്ല എന്ന് കണ്ടിട്ട് പെട്ടെന്ന് കോപമുണ്ടായി. ആ കോപാൽ ഉത്ഫർജഹ തദ്വഭു അങ്ങനെ കോപം കൊണ്ട് തൻ്റെ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ഈ സൃഷ്ടികർമ്മം അഭിവൃദ്ധി പ്രാപിക്കുന്നില്ലെന്ന് കണ്ടിട്ടാണ് സ്ഥൂലശരീരത്തോടെ പലതരം ചിന്ത കൊണ്ട് കിടന്നവനായ ബ്രഹ്മാവ് പെട്ടെന്ന് കോപിഷ്ഠനായിട്ട് ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ബ്രഹ്മാവിൻ്റെ കോപം ശരീരമായി പുറത്തുപോയി. ഈ സ്ഥൂലദേഹമാണ് സുഖാനുഭവത്തിന് ഉചിതമായ ഒരു ദേഹം, ശരീരം. അത് ബ്രഹ്മാവ് കിടന്നുകൊണ്ട് താൻ നടത്തുന്ന സൃഷ്ടി വ്യാപാരത്തെ എങ്ങനെ അഭിവൃദ്ധിപ്പെടും എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അത് അഭിവൃദ്ധിപ്പെടാതിരുന്നപ്പോൾ കോപമുണ്ടായി. ആ കോപമാണ് ഈ സ്വരൂപമായി പരിണമിച്ചത്. ദേഹേന വൈ ഭോഗവതാശയാനോ ബഹുചിന്തയാ വർഗേ അനുപചിതേ ക്രോധാത് ഉത്ഫർജഹ തദ്വഭൂം. വർഗേ അനുപചിതേ ഭോഗവതാ ദേഹേന ബഹുചിന്തയാ ശയാനഃ ക്രോധാത് തദ്വപുഃ ഉത്ഫർജ. ദേഹേന വൈ ഭോഗവതാശയാനോ ബഹുചിന്തയാ വർഗേന അനുപചിതേ വർഗേ അനുപചിതേ. വർഗേ അനുപചിതേ എന്നാണ് അകാരം മുഴുവൻ പറയേണ്ട, പകുതി അകാരം മതി. അത് പ്രശേഷിപ്പിച്ചൊരു ചിഹ്നമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുമ്പം വർഗേ അനുപചിതേ എന്ന ആയിക്കൊരു സ്ട്രെസ് കൊടുത്ത് പറഞ്ഞാൽ മതി. വർഗേ അനുപചിതേ എന്ന് പറയണ്ട, അത് ശരിയല്ല, പിന്നെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. വർഗേ അനുപചിതേ ക്രോധാത് ഉത്ഫർജഹ തദ്വഭൂം. ദേഹേന വൈ ഭോഗവതാം ശയാനോ ബഹുചിന്തയാം വർഗേ അനുപചിതേ ക്രോധാത് ഉത്ഫർജഹ തദ്വഭൂം. തേ അഹീയന്താം അഹീയന്താമുത കേശാഃ അഹയസ്തംഗജജ്ഞരേ സർപ്പാഃ പ്രസത്പദക്രൂരാ നാഗാ ഭോഗോരുകന്ധരാഹം. യേ ആരാണോ അഹീയന്ത അമുതഃ അമുതഃ ഈ ശരീരത്തിൽ നിന്നും അഹീയന്ത അഴിഞ്ഞു വീഴുക അല്ലെങ്കിൽ കിഴഞ്ഞു വീഴുക. അഹീയന്ത ഈ ശരീരത്തിൽ നിന്നും അഴിഞ്ഞു കിടക്കുന്ന അഹീയന്തോ അമുതഃ കേശാഃ മുടികൾ. അഹയഃ തേ അംഗ ജജ്ഞിരെ ഹേ അംഗ പൂജ്യനായ വിതുരരെ. അഹയഃ ജജ്ഞിരെ അങ്ങനെയാണ് അഹികൾ ഉണ്ടാകുന്നത്, പാമ്പുകൾ ഉണ്ടാകുന്നത്. ബ്രഹ്മാവിൻ്റെ കോപം ഒരു ശരീരമായി പരിണമിച്ചു. ബ്രഹ്മാവ് ഉപേക്ഷിച്ചു പോയ സ്ഥൂലദേഹത്തോടു കൂടെ എങ്ങനെയാണ് സൃഷ്ടി വ്യാപാരം നടത്തുന്നത് എന്നൊക്കെ ആലോചിച്ചിരുന്ന ബ്രഹ്മാവിന് കോപമുണ്ടായി. ആ കോപം എന്നുള്ള രൂപഭാവത്തെ, ആ കോപഭാവത്തെ ബ്രഹ്മാവ് കിടന്ന സമയത്ത് തൻ്റെ മുടി അഴിഞ്ഞു കിടന്നായിരുന്നു. അതിൽ നിന്നുമാണ് പാമ്പുകൾ ഉണ്ടായത്, അഹികൾ, പാമ്പുകൾ. ബ്രഹ്മാവ് വേർപെടുത്തിയപ്പോൾ പല ദിക്കിലേക്ക് വലിച്ചെറിഞ്ഞ കയ്യ്, കാല് മുതലായ അവയവങ്ങൾ
അതിൽ നിന്നും ക്രൂരങ്ങളും വേഗന്നു പോകുന്നവയും പടം പൊഴിക്കുന്നതും മഹത്തായ തലയുള്ളവയുമായ സർപ്പങ്ങളുണ്ടായി. അങ്ങനെ അഹികൾ, സർപ്പങ്ങൾ, നാഗങ്ങൾ എന്നിങ്ങനെ സർപ്പജാതികൾ വിശേഷമായിട്ട് ഉണ്ടാകുന്നു. മൂന്ന് സ്വഭാവമാണ് അഹിക്കും സർപ്പങ്ങൾക്കും നാഗങ്ങൾക്കും. അതുകൊണ്ടാണ് ആദ്യം പാമ്പുണ്ടായി, അങ്ങനെയൊക്കെ എടുത്തെറിഞ്ഞ കൈകാലുകൾ മുതലായ അവയവങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ പായുന്ന പടമുള്ള മഹത്തായ തലയുള്ള സർപ്പങ്ങളുണ്ടായി. ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന നാഗങ്ങളായി എന്നിങ്ങനെ 3 തരത്തിലുള്ള സർപ്പജാതികൾ അവിടെ നിന്നും ഉണ്ടായതാണ്. അഹീയന്താമുതക്കേശാം അഹയസ്തേംഗജജ്ഞരേ സർപ്പാഹ പ്രസർപ്പാഹ. അങ്ങനെ ഇഴഞ്ഞു പോകുന്ന സർപ്പങ്ങൾ, പ്രസർപ്പം ചെയ്യുന്ന സർപ്പങ്ങൾ. ക്രൂരാഹ നാഗാഹ, ക്രൂരന്മാരായ നാഗങ്ങൾ. ഭോഗോരുഗന്ധരാഹ, ഭോഗത്തിനു വേണ്ടിയിട്ട് ഉരുഗന്ധരന്മാരായി തീർന്ന, പഴങ്ങളെ പൊഴിക്കാൻ പറ്റുന്നവർ, അതാണ് ഉരുഗന്ധരന്മാർ. പടം പൊഴിച്ചു പോകാൻ പറ്റുന്നവരാണ്. അങ്ങനെയുള്ള ക്രൂരങ്ങളും വേഗത്തിൽ പായുന്നവയും പഴമുള്ളതുമായ സർപ്പാഹ പ്രസർപ്പത ക്രൂരാഹ നാഗാഹ ഭോഗോരുഗന്ധരാഹ, അങ്ങനെയുള്ള സർപ്പജാതികൾ ഈ മുടിയിൽ നിന്നുമാണ് ഉണ്ടായത്. ഉപേക്ഷിച്ചു പോയ ആ ശരീരത്തിൻ്റെ മുടിയുടെ അംശത്തിൽ നിന്നാണ് ഈ പാമ്പുകൾ ഉണ്ടായത്. അതേപോലെ അങ്ങും ഇങ്ങും എടുത്തെറിഞ്ഞ കൈകാലുകളായ അവയവങ്ങളിൽ നിന്നും ക്രൂരങ്ങളും വേഗന്നു പായുന്നവയുമായ സർപ്പങ്ങളും നാഗങ്ങളും ഉണ്ടായി. അഹീയന്താമുതക്ലേശ അമുതക്കേശാഹ അയസ്തിംഗജജ്ഞരേ സർപ്പാ പ്രസർപ്പത ക്രൂരാഹ നാഗാ ഭോഗോരുഗന്ധരാഹ. ഹേ അംഗ, അമുതഃ യേ കേശാഃ അഹീയന്ത തേ അഹയഃ പ്രസർപ്പതഃ സർപ്പാഃ ഭോഗോരുഗന്ധരാഃ നാഗാഃ ജജ്ഞരേ. അഹീയന്താമുതക്കേശാ അഹയസ്തംഗജജ്ഞരേ സർപ്പാ പ്രസർപ്പത ക്രൂരാഃ നാഗാഃ ഭോഗോരുഗന്ധരാഃ. അഹീയന്താമുതക്കേശാം അഹയസ്തംഗജജ്ഞരേ സർപ്പാ പ്രസർപ്പത ക്രൂരാഃ നാഗാഃ ഭോഗോരുഗന്ധരാഃ. ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂഃ തദാ മനൂൻ സസർജാന്തേ മനസാ ലോകഭാവനൻ. അവൻ ആത്മാനം തന്നെ തന്നെ മന്യമാനഃ വിചാരിച്ചുകൊണ്ട് കൃതകൃത്യമിവ ആത്മഭൂഃ കൃത്യം കൃതമായത്, കൃത്യം ചെയ്യപ്പെടേണ്ടത് ചെയ്താൽ, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നതിന് പേരാണ് കൃതകൃത്യത. കൃതകൃത്യം ഇവ എന്ന പോലെ ആത്മഭൂഹു, ആ ബ്രഹ്മാവ്. സഹ ആത്മഭൂഹു കൃതകൃത്യം ഇവ, കൃതകൃത്യം എന്ന പോലെ വിചാരിച്ചിട്ട്, തഥാ അപ്പോൾ, മനൂൻ സസർജ അന്തേ മനസ ലോകഭാവന, മനുക്കളെ സൃഷ്ടിച്ചു. മനൂൻ സസർജ അന്തേ, എങ്ങനെയാണ്? മനസ ലോകഭാവനാൻ, മനസ്സുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഭാവന ചെയ്യുവാൻ കഴിവുള്ള, ലോകരക്ഷയ്ക്ക് നിമിത്തമായി തീർന്നിരിക്കുന്ന ആ മനൂൻ തഥാ സസർജ അന്തേ, ഏറ്റവും ഒടുവിൽ മനുക്കളെ സൃഷ്ടിച്ചു. സ ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂ തഥാ മനൂൻ സസർജാന്തേ മനസ ലോകഭാവനാൻ. സഹ ആത്മഭൂഃ യഥാ ആത്മാനം കൃതകൃത്യം മന്യമാനഃ തഥാ അന്തേ
മനഫ ലോകഭാവനാൻ മനൂൻ ഫഫർജ ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂ തഥാ മനൂൻ ഫഫർജാന്തേ മനഫ ലോകഭാവനാൻ ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂ തഥാ മനൂൻ ഫഫർജാന്തേ മനഫ ലോകഭാവനാൻ. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ പ്രവൃത്തികളൊക്കെ കൃതകൃത്യമായി ചെയ്തതിൽ കൃതമായതിൽ കൃത്യത, ചെയ്യപ്പെടേണ്ടതൊക്കെ ചെയ്തതിൻ്റെ ഫലമായി എന്ന് ഭാവിച്ച് തൻ്റെ ആത്മാവിനെ കുറിച്ച് എപ്പോഴും അഭിമാനിച്ചു. അപ്പോൾ പലർക്കും ആ ഒരു ദോഷമുണ്ട്. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അഭിമാനമാണ്. ഞാൻ അതൊക്കെ ചെയ്തു, ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് അഭിമാനിച്ചു കൊണ്ട് പറയും. അപ്പോൾ ആ ഭാവരൂപമായ അഭിമാനമെന്ന മനസ്സാകുന്ന ഉപാദാന ദ്രവ്യത്തെ കൊണ്ട് തന്നെ ലോകത്തിലെ രക്ഷിക്കാൻ പര്യാപ്തമായ മനുക്കളെ സൃഷ്ടിച്ചു. ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂ തഥാ മനുൻ ഫർജാന്തേ മനഫ ലോകഭാവനാൻ. ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂ തഥാ മനൂൻ ഫർജാന്തേ മനഫ ലോകഭാവനാൻ. തേഭ്യ ഫോത്യഫർജത് ഫീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വായേ പുരാ ഫൃഷ്ടാഹ പ്രശംഫു പ്രജാപതിം. തേഭ്യ അവർക്കായിക്കൊണ്ട് സഹ അത്യഫ്രജത് അവൻ സൃഷ്ടിച്ചു സ്വീയം പുരം തൻ്റെ പുരത്തെ പുരുഷം ആത്മവാൻ. സ്വീയം പുരുഷം പുരം തൻ്റേതായ പുരുഷാഗതിക്ക് ഒത്ത ഒരു പുരത്തെ അത്യഫ്രജത് കൊടുത്തു. സകല ജീവരാശികളും സമഷ്ടി രൂപത്തിലുള്ള ബ്രഹ്മാവ് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായ തൻ്റെ രൂപത്തെയും പുരുഷപ്രകൃതിയെയും നൽകി. അപ്പോൾ അതിനു മുമ്പേ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ദേവാദികളെല്ലാവരും പുരുഷാഗതിയുള്ള മനുക്കളെ കണ്ടിട്ട് അവരെ സൃഷ്ടിച്ച ആ ബ്രഹ്മാവിനെ സ്തുതിച്ചു എന്നർത്ഥം. ഇവരെല്ലാം ബ്രഹ്മാവിനെ സ്തുതിക്കുകയാണ്. മനുക്കളെ സൃഷ്ടിച്ചതിലുള്ള സന്തോഷമുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒടുവിലെ സൃഷ്ടിയായിട്ടാണ് മനുക്കളെ ഇവിടെ പറയപ്പെടുന്നത്. തേഭ്യ ഫോത്യഫ്രജത്ഫീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വായേ പുരാ സൃഷ്ടാഹ പ്രശംഫു പ്രജാപതിം. താൻ ദൃഷ്ട്വ അവയെ കണ്ടിട്ട് ഏ പുരാ സൃഷ്ടാഹ ഇതൊക്കെ നേരത്തെ സൃഷ്ടിച്ചതാണല്ലോ എന്ന് പ്രജാപതിം പ്രശംഫുഹു പ്രജാപതിയെ പ്രശംസിച്ചു എന്നർത്ഥം. ബ്രഹ്മാവ് തൻ്റെ തന്നെ രൂപത്തെ പുരുഷാകൃതിയാക്കി. അതിനുമുമ്പ് ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാ ദേവന്മാർക്കും പുരുഷാകൃതികളെ മനുക്കളെ കണ്ടിട്ട് അവരെ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ സ്തുതിച്ചു. ഇപ്പോഴാണ് മനുഷ്യാകൃതി കാണുക. അത് കണ്ടപ്പോൾ ഇതിനു മുമ്പുള്ള സൃഷ്ടജാലങ്ങളെല്ലാം ബ്രഹ്മാവിനെ പ്രശംസിച്ചു. ഇത്രയൊക്കെ കയ്യിലുണ്ട്, നന്നായി, ഇവിടേക്കൻ ഞങ്ങളെ രൂപങ്ങളില്ലാത്തതായിട്ട് സൃഷ്ടിച്ചു. ഇപ്പം ഇതാ രൂപത്തോടു കൂടി അവരെ സൃഷ്ടിക്കുന്നു. അഹോ ഏതത് ജഗത് സൃഷ്ടോ ജഗത് സൃഷ്ടസുകൃതം വിദതേകൃതം പ്രതിഷ്ഠിത ക്രിയായസ്മിൻ ഭാഗം അന്നമദാമഹേ. അഹോ ആശ്ചര്യം തന്നെ. ഏതത് ജഗത് സൃഷ്ടു ഈ ജഗത്തിനെ സൃഷ്ടിച്ചവൻ്റെ സുകൃതം ബത തേ കൃതം. എന്ത് സുകൃതമാണ്? തേ കൃതം അവരാൽ ചെയ്യപ്പെട്ട ഈ സുകൃതം. ദേവന്മാരെ ഞങ്ങൾ സ്തുതിക്കാൻ പോവാണ്. ലോകത്തെ സൃഷ്ടിച്ചവനായ ഹേ ഭഗവൻ, ജഗത് സൃഷ്ട ജഗത്തിനെ സൃഷ്ടിച്ചവനായ ഹേ ഭഗവൻ, അങ്ങ് ഈ സൃഷ്ടികർമ്മം കൊണ്ടാണ് മനുക്കളെ സൃഷ്ടിച്ചത്. അത് ഏറ്റവും ശോഭനമായിരിക്കുന്നു. അഹോ ഏതത് ജഗത് സൃഷ്ടു സുകൃതം തേ കൃതം ബത.
ചെയ്യപ്പെട്ടതൊക്കെ സുകൃതമായ കർമ്മമാണ്. പ്രതിഷ്ഠിതാഹ ക്രിയാഹ യസ്മിൻ ഭാഗം അന്നമദാമഹേ. പ്രതിഷ്ഠിതാഹ ക്രിയാഹ, യാതൊന്നിൽ ആണോ എല്ലാ ക്രിയകളും പ്രതിഷ്ഠിക്കപ്പെട്ടത്, ഭാഗം ആ പുരുഷ ശരീരത്തോട് ചേർന്ന് വയം അന്നമദാമഹേ, ഞങ്ങളും അന്നത്തെ ഭക്ഷിച്ചു കൊള്ളാം. അപ്പൊ സൃഷ്ടികർമ്മം മനുക്കളെ വരെ എത്തി. അത് ഏറ്റവും സുന്ദരമായ സൃഷ്ടിയാണ്. മനുക്കളുടെ സൃഷ്ടി അത് ആശ്ചര്യമാണ്. ഈ രൂപത്തിൽ പുരുഷ ശരീരങ്ങളായ സകല ക്രിയകളും ഉറപ്പിക്കപ്പെട്ടു. ഒരു പുരുഷന്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട ക്രിയകളൊക്കെ ഉറപ്പിച്ചു. ഇവർ ചെയ്യപ്പെടുന്ന യാഗാദി ക്രിയകൾ ഇവരോട് ചേർന്ന് ഭോഗാദിക്കളൊക്കെ അനുഭവിച്ചു കൊള്ളാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അഹോ ഏതത് ജഗത് സൃഷ്ടു സുകൃതം ബദതേകതം പ്രതിഷ്ഠിതാ ക്രിയായസ്മിൻ ഭാഗം അന്നമദാമഹേ. ജഗത് സൃഷ്ടു തേ കൃതം ഏതത് സുകൃതം അഹോബല യസ്മിൻ ക്രിയാഃ പ്രതിഷ്ഠിതാഃ ഭാഗം വയം അന്നം അദാമഹേ. അഹോ ഏതത് ജഗത് സൃഷ്ടഃ സുകൃതം ബദതേകതം പ്രതിഷ്ഠിതാഃ ക്രിയാഃ യസ്മിൻ ഭാഗമന്നമദാമഹേ. അഹോ ഏതത് ജഗത് സൃഷ്ട സുകൃതം ബദതേകതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ ഭാഗം അന്നമദാമഹേ. തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിനാം ഋഷീകേശഫർജാഭിമതാ പ്രജാഹം. തപസ, ജ്ഞാനരൂപമായ തപസ്സുകൊണ്ട്, വിദ്യ കൊണ്ട്, യുക്തോ കൂടിച്ചേർന്ന, യോഗേന യോഗം കൊണ്ട്, സുസമാധിന നല്ല സമാധിയോടുകൂടിയ യോഗം കൊണ്ട് കൂടിച്ചേർന്നവനായ അവർ. തപസ വിദ്യ യുക്ത കൂടിച്ചേർന്ന, യോഗേന സുസമാധിന യോഗം കൊണ്ടും നല്ല സമാധി കൊണ്ടും, ഹൃഷീകേശ ഫർജ ഹൃഷീകേശ ഋഷിയെപ്പോലെയുള്ള ഹൃഷീകേശൻ, ഭഗവാന്റെ മറ്റേ പര്യാപദമാണ് ഹൃഷീകേശൻ. ഹൃഷീകങ്ങളുടെ ഈശൻ ആയതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ തന്റെ വശത്ത് ആക്കിയവൻ. ഹൃഷീകം ഇന്ദ്രിയം. ഇന്ദ്രിയത്തെ നിയന്ത്രിച്ച് നിലനിർത്താൻ കഴിവുള്ളവൻ, കെൽപ്പുള്ളവൻ. തപസാ വിദ്യായുക്തോ ഏന സുസുമാധിന ഋഷിമാരെ, ഋഷിയായ ആ ഭഗവാൻ ഫഫർജ അഭിമതാഹ പ്രജാഹ അഭിമതങ്ങളായ പ്രജകളെ സൃഷ്ടിച്ചു. തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും ചേർന്നവനായ, നല്ല സമാധിയോടുകൂടി ചേർന്നവനായ ഹൃഷീകേശൻ. വേദം അറിയുന്ന ജ്ഞാനം ബ്രഹ്മാവിനുണ്ട്, ഉപാസനയുണ്ട്. ഇത് രണ്ടുമുണ്ട്. തപസ്സും വിദ്യയും രണ്ടുമാണ്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് ഉപാസന. ഇനിയും യമനിയമാദികളായ അഷ്ടാംഗത്തോടു കൂടിയ യോഗം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഭഗവാനിൽ ഉറപ്പിച്ച മനസ്സുകൊണ്ട് ഋഷികളെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഋഷിമാർക്കൊക്കെ എപ്പോഴും തപസ്സും ഭഗവാനിലേക്കുള്ള വിചാരവും മാത്രമാവാൻ കാരണം. അങ്ങനെ അവർ ബ്രഹ്മാവിൻ്റെ സമ്മന്റെ ഇഷ്ടപ്പെട്ട പ്രജകളായി. അതുകൊണ്ട് പ്രജകൾക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞ് അവരിലുണ്ടെന്നറിഞ്ഞ ബ്രഹ്മാവ് അവരുടെ സൃഷ്ടിയിൽ ഏറ്റവും അധികം സന്തോഷിച്ചു എന്ന് സാരം. തപസാ വിദ്യയുക്തോ യോഗേന സുസമാധിനാം ഋഷീകേശഫർജാഭിമത പ്രജാം. തപസാം വിദ്യ സുസമാധിനാം യോഗേന യുക്തഃ ഹൃഷീകേശഃ ഋഷിഃ അഭിമതാഃ പ്രജാഃ ഋഷിഃ ഫഫർജ. തപസാ വിദ്യയുക്തോ
യോഗേന ഫുഫമാധിനാം ഋഷീൻ ഋഷീകേശ ഫഫർജ അഭിമതാ പ്രജാഹം തപസാ വിദ്യയായുക്തോ യോഗേന ഫുഫമാധിനാം ഋഷീൻ ഋഷീകേശ ഫഫർജ അഭിമതാഃ പ്രജാഹം തേഭ്യശ്ചൈകൈകശഃ ഫുഫ്യാം ദേഹഫ്യാം ശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിവത് വിരക്തിമത് തേഭ്യഃ ച ഏകൈകശഃ അവർക്കായിക്കൊണ്ട് ഓരോന്നായിട്ട് ഏകൈകശഃ ഓരോന്നായിട്ട് ഫുഫ്യ ദേഹഫ്യ ശമദാത് അജഹ സ്വന്തം ദേഹത്തിൻ്റെ ശമം കൊണ്ട് അജൻ സ്വന്തം ദേഹത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ശമം കൊണ്ട് എത്തത് സമാധിയോഗ വൃദ്ധി തപോ വിദ്യ വിരക്തി മത്സ് എത്തത് യാതെന്നാണോ അത് സമാധിയോഗർത്ഥി സമാധിയോഗം കൊണ്ട് വർദ്ധിച്ചു വരുന്ന തപോ വിദ്യ വിരക്തിമത്സ് തപസ് വിദ്യ ഇവ രണ്ടും വൈരാഗ്യത്തോടു കൂടിയതായി. സമാധിയോഗത്തി തപോ വിദ്യ വിരക്തിമത് സമാധിയോഗം കൊണ്ട് വൃദ്ധിതമായ വളർന്നു വരുന്ന തപോസ് കൊണ്ട് വിദ്യ കൊണ്ട് വിരക്തി നേടിയവനായി തീർന്നിട്ട് തേഭ്യശ്ചൈകൈകശഫുഫ്യ ദേഹഫ്യാം ശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് സമാധിയോഗർത്ഥാം യോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് യത് തത് ഫുഫ്യ ദേഹഫ്യ അംശം തേഭ്യഃ ച ഏകൈകശഃ അജഃ അദാത് തേഭ്യശ്ചൈകൈകശഃ ഫുഫ്യാം ദേഹഫ്യാംശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് തേഭ്യശ്ചൈകൈകശഃ ഫുഫ്യാം ദേഹഫ്യാംശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത്. അങ്ങനെ ഈ ബ്രഹ്മാവ് ഋഷിമാർക്ക് ബ്രഹ്മദേവൻ അവരുടെ സൃഷ്ടിക്കായിട്ട് ഉപയോഗിക്കാൻ പര്യാപ്തമായ ഒരു ദേഹം കൊടുത്തു. അതിൻ്റെ ഫലമായി അണിമാദികളാകുന്ന സിദ്ധികളും ഉണ്ടായി. അങ്ങനെ ഓരോരോ അംശങ്ങൾ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. അതുകൊണ്ട് അവരിൽ ചിലർ ജ്ഞാനികളായി, വേറെ ചില യോഗികളായി, വേറെ ചില ഭക്തന്മാരായി. ഇതെല്ലാം കയ്യിലുണ്ടായിരുന്നു. കുറേശ്ശെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണ് ഭക്തിയോഗാദികൾ ഭൂമിയിൽ പ്രചരിക്കാൻ കാരണമായത് എന്ന് പറയുക. തേഭ്യശ്ചൈകൈകശഫുഫ്യാം ദേഹഫ്യാം ശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് യത് തത് ഫുഫ്യ ദേഹഫ്യ അംശം തേഭ്യഃ ച ഏകൈകശഃ അജഃ അദാത് തേഭ്യശ്ചൈകൈകശഫുഫ്യാം ദേഹഫ്യാംശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് തേഭ്യശ്ചൈകൈകശഫുഫ്യാം ദേഹഫ്യാംശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത് തേഭ്യശ്ചൈകൈകശഫുഫ്യാം ദേഹഫ്യാംശമദാദജാം യത്തത് സമാധിയോഗർത്ഥി തപോ വിദ്യാ വിരക്തിമത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗം ഈ അധ്യായം കൊണ്ട് തീർന്നിട്ടില്ല. അടുത്ത ഭാഗത്ത് വിദുരരുടെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് മൈത്രേയൻ
ഈ സമാധിയുക്തരായി തീർന്ന തപസ്സനുഷ്ഠിച്ച് പ്രസാദം ലഭിക്കാൻ പര്യാപ്തമാണെന്ന് അറിഞ്ഞ കർദമൻ ഭഗവാനിലെ ഉറച്ച മനസ്സോടെ സമാധിയോഗത്തോടെ പൂജ നമസ്കാര സ്തോത്രാദികളോടെ കർമ്മയോഗങ്ങളും അനുഷ്ഠിച്ച് പരമപ്രേമ ലക്ഷണമായ ഭക്തിയോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ആശ്രിതർക്ക് വരം കൊടുക്കുന്ന ശ്രീഹരിയെ തന്നെ സേവിച്ചു ഇവരെല്ലാവരും. എന്നിങ്ങനെ ഭാഗവത പുരാണത്തിലെ 3-ാം സ്കന്ധത്തിലെ മോക്ഷസർഗം എന്ന പ്രകരണം ഇവിടെ സംക്ഷേപിച്ച് ചുരുക്കിക്കഴിഞ്ഞു. നമുക്ക് അടുത്ത അധ്യായം അടുത്ത ദിവസം ആരംഭിക്കാം. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുകയാണ്. 3-ാം സ്കന്ധത്തിലെ 21-ാം അധ്യായം അടുത്ത ദിവസം ആരംഭിക്കാം. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ഇത് പൂർണ്ണമാക്കിയതിനു ശേഷം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.